ഹലോ ഓൾ. സോ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് മെഷീൻ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് വൈബ്രേഷൻ ഐസൊലേഷനെ കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സോ എ മെഷീൻ വെയിങ് 200 കിലോഗ്രാംസ്. മെഷീന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് 200 കിലോഗ്രാംസ് ആണ്. പിന്നെ അത് മൗണ്ട് ചെയ്തിരിക്കുന്ന കുറേ സ്പ്രിങ്ങിന്റെ മുകളിലാണ്. ആൻഡ് ടോട്ടൽ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് തന്നിട്ടുണ്ട് 4000 kilograms per centimeter. ദ മെഷീൻ ഹാസ് an unbalanced disturbing force of 50 kilogram എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഈ 50 കിലോഗ്രാം എന്ന് പറയുന്നത് അതിന്റെ മാസം ഇല്ല, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. പക്ഷെ അത് മാസിന്റെ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ ഫോഴ്സ് ആക്കി നമുക്ക് മാറ്റണം. പിന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 3000 RPMs ആണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. അപ്പൊ അത് നമുക്കറിയാം. അസ്യൂമിംഗ് ഡാമ്പിംഗ് ഫാക്ടർ 0.2 ഡിറ്റർമിൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ ഓഫ് ദ മെഷീൻ ഫൗണ്ടേഷൻ ആണ് ട്രാൻസ്മിസിബിലിറ്റി ആൻഡ് ട്രാൻസ്മിറ്റഡ് ഫോഴ്സ്. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മാസ് നമ്മൾ എഴുതി 200 kilograms. സ്റ്റിഫ്നെസ് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് മാറ്റണം. അതിന് 4000 തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് ഇൻ kilograms per centimeter. സോ ന്യൂട്ടൺ ആക്കാൻ വേണ്ടിയിട്ട് 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 10⁻⁻² കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ Q0 നമുക്ക് ഇങ്ങനെ കിട്ടും, ദാറ്റ് ഇസ് ഈക്വൽ ടു 490, സോറി Q0 അല്ല, K നമുക്ക് ഇങ്ങനെ കിട്ടും 3924,000 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഇനി Q0 കണ്ടുപിടിക്കണം. Q0 എന്ന് പറയുന്നത്, ഇത് Q0 കണ്ടുപിടിക്കാൻ കാരണം ഈ ഇക്വേഷനിലിട്ട് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, അതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പൊ ഇതിൽ K കിട്ടിയിട്ടുണ്ട്. Q0 അറിയാമെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ Q0 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, പക്ഷേ മാസ് ആയിട്ട് വിളിക്കുന്നത് അതിനെ ഫോഴ്സ് ആക്കാൻ വേണ്ടി 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 490.5 ന്യൂട്ടൺ കിട്ടി. അപ്പൊ നമുക്ക് അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Kന് നമുക്കുള്ള വാല്യൂ ഓൾറെഡി ഉണ്ട്, 3924,000. അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - F/Fn കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ F/Fn വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ω/ω എന്നും ഉപയോഗിക്കാം. ബോത്ത് ആർ സെയിം, ഫ്രീക്വൻസി റേഷ്യോ ആണ്. പ്ലസ് 2 × d × ω/ω². അപ്പൊ നമുക്ക് ω/ω എന്ന് തന്നെ ഉപയോഗിക്കാം ഇവിടെ. അപ്പൊ ആദ്യം തന്നെ ഒമേഗ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 3000 RPMs ആണ്. അതിനെ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് 3000 / 60 ആക്കി, അപ്പൊ 50 revolutions per second ആയി. സോ ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ് ഒമേഗ. ഇതാണ് ഒമേഗ. നമുക്ക് ഒമേഗ n കണ്ടുപിടിക്കാം. ഒമേഗ n = √k/m ആണ്. K അറിയാം, m അറിയാം. സോ k/m വെച്ച് ഒമേഗ n കണ്ടുപിടിക്കാം. ഒമേഗ n നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, റെവല്യൂഷൻസ് പെർ സെക്കൻഡിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒമേഗ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒമേഗയാണ്. ഓക്കെ, ഈ 140.07 എന്ന് പറയുന്നത് ഒമേഗയും ഇത് ഒമേഗ എന്നും ആണ്. സോ ഈ രണ്ട് വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്രീക്വൻസി റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി റേഷ്യോ നമുക്ക് ഏകദേശം ഫ്രീക്വൻസി റേഷ്യോ നമുക്ക് ഏകദേശം കിട്ടും. ഫ്രീക്വൻസി റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒമേഗ എൻ, ഇത് ഒമേഗ കേട്ടോ. ദിസ് ഇസ് ഒമേഗ ആൻഡ് ദിസ് ഇസ് ഒമേഗ എൻ. ഇനി റേഡിയൻസ് പെർ സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റേഡിയൻസ് പെർ സെക്കൻഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് 140.07 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ്. സോ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണ്. സോ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് 22.28 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാട്ട് വി കൻ ഡു ഇസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഒമേഗ എൻ, കെ, എം, അതുപോലെ തന്നെ Q0, K ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 0.03 mm കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാൻസ്മിസിബിലിറ്റിയുടെ ഡയറക്റ്റ് ഇക്വേഷൻ ഇതാണ്, √1. നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിലെ ഈറ്റ എന്ന് പറയുന്നത്, ഈറ്റ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റേഷ്യോ ആണ് കേട്ടോ. ഫ്രീക്വൻസി റേഷ്യോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ω/ω. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് 2.284 ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഡി എന്ന് പറഞ്ഞ ഡാമ്പിംഗ് റേഷ്യോ ആണ്, അത് 0.2 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിസിബിലിറ്റി കിട്ടും. അതായത് ഒരു കോമ്പണന്റിൽ നിന്ന്, അതായത് ഇപ്പോൾ മെഷീനിൽ നിന്ന് ഫൗണ്ടേഷനിലേക്ക്, അല്ലെങ്കിൽ മെഷീൻ ഫൗണ്ടേഷനിൽ നിന്ന് സോയിലിലേക്ക് എന്തുമാത്രം ഫോഴ്സ് ട്രാൻസ്മിറ്റ് ആവും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചേക്കണം. എത്രമാത്രം? 32% ട്രാൻസ്മിറ്റ് ആവും എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ കാൽക്കുലേഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ട്രാൻസ്മിറ്റഡ് ലോഡ് എന്ന് പറയുന്നത് 32.4%. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാട്ട് വി നീഡ് ടു ഡു ഇസ്, അൺബാലൻസ്ഡ് ഫോഴ്സ് നമുക്കറിയാം 490.5 ആണ്. അതിനെ ഈ ട്രാൻസ്മിസിബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് എത്രയാണുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ഈ പ്രോബ്ലത്തിൽ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റൻ ഇതാണ്, എ മെഷീൻ ഹാവിംഗ് ആൻ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് 1000 RPM ആണ്, ഇസ് മൗണ്ടഡ് ഓൺ എ റെസിലിയൻ പാഡ് ആണ്. ഒരു റെസിലിയൻ പാഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അണ്ടർഗോൺ എ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് 0.8 cm ആണ്. അണ്ടർ ദ വെയിറ്റ് ഓഫ് ദ മെഷീൻ, അതിന്റെ വെയിറ്റിൽ അത് ഇത്രയും സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ട്രാൻസ്മിസിബിലിറ്റി ആൻഡ് പെർസെന്റേജ് റിഡക്ഷൻ ഓഫ് ദ ട്രാൻസ്മിറ്റഡ് വൈബ്രേഷൻ. ട്രാൻസ്മിസിബിലിറ്റി കണ്ടുപിടിക്കണം, പിന്നെ പെർസെന്റേജ് റിഡക്ഷൻ കണ്ടുപിടിക്കണം ഓഫ് ട്രാൻസ്മിറ്റഡ് വൈബ്രേഷൻ. ഓക്കെ, അപ്പൊ പെർസെന്റേജ് റിഡക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ 1 - ട്രാൻസ്മിസിബിലിറ്റി × 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെന്റേജ് റിഡക്ഷൻ ഇൻ ദ ട്രാൻസ്മിറ്റഡ് വൈബ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ട്രാൻസ്മിസിബിലിറ്റി കണ്ടുപിടിക്കാം, ടി കണ്ടുപിടിക്കാം. അതിനുശേഷം 1 - t × 100 കണ്ടുപിടിക്കാം. ടീന് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഉണ്ട്, 1 + 4 × r² d² / 1 - r² + 2rd². ഈ ആറിന് പകരമാണ് ഈറ്റ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി റേഷ്യോ ആണ് ആർ അല്ലെങ്കിൽ ഈറ്റ എന്ന് പറയുന്നത്.
സോ ഇൻ സ്റ്റാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത കാരണം നമുക്ക് ഡി എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. സോ ഈ 0 എന്ന് പറയുന്നത് ഈ ഡി ഉള്ളതാണ്, ഈ ടേം വാനിഷ് ആയി പോകും. സോ ആകെ 1ഉം 1 മൈനസ് ഈറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ വാട്ട് വി കൻ ഡു ഇസ് ഈ ഈറ്റ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഈറ്റ കണ്ടുപിടിക്കാനായിട്ട് വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഇവിടെ 1000 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 RPM നമുക്ക് ആദ്യം തന്നെ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കാം. അത് 16.67 RPS എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി കിട്ടി. ഇനി നമുക്ക് അത് കിട്ടിയതിന് ശേഷം ഇവിടെ എഫ് എന്ന് പറയുന്നതിന് പകരം യു ക്യാൻ ഓൾസോ കോൾ ഇറ്റ് എസ് ഇത് എഫ് എന്ന് നമുക്ക് പറയണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ നെയിം ഇറ്റ് എസ് ഒമേഗ എൻ എന്നും നിങ്ങൾക്ക് പറയാം. അല്ല, എഫ് ആണ് കറക്റ്റ്. ഓക്കെ, എഫ് തന്നെയാണത്. RPS എഴുതുന്നത് എഫ് ആണ് ഫ്രീക്വൻസി. ഇനി നെക്സ്റ്റ് എഫ് എൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, 1/2π√G ഡിവൈഡഡ് ബൈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ആണ്. സോ ആ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഓരോന്നും. അതായത് എഫ് എൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ 0.8 സെന്റിമീറ്റർ ആണ്, അത് മീറ്ററിലേക്ക് മാറ്റുക. 10⁻⁻² മൾട്ടിപ്ലൈ ചെയ്ത് 9.81 G സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എഫ് എൻ. സോ നേരത്തെ എഫ് കണ്ടുപിടിച്ചു, ദിസ് ഇസ് എഫ് എൻ. സോ എഫ് ബൈ എഫ് എൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 16.67 by 5.57 ചെയ്താൽ യു വിൽ ഗെറ്റ് വാട്ട് ഇസ് ഫ്രീക്വൻസി റേഷ്യോ. എന്നിട്ട് അതെടുത്ത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 1 ഈറ്റ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി നമുക്ക് കിട്ടും. ആ ടി കിട്ടിക്കഴിഞ്ഞാൽ പെർസെന്റേജ് റിഡക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് 1 - T × 100 ചെയ്താൽ മതി.